സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തത കൈവെടിയാതെ പ്രാർത്ഥനയിൽ വിശ്വാസമർപ്പിച്ച് വാഗ്ദാനം നേടിയതിൻ്റെ ഒട്ടേറെ അനുഭവങ്ങളുമായി ഇതാ ഒരു വൈദികൻ, ഫാദർ മാത്യു ഓണയാത്തുംകുടി. ഞാനൊരു കവിത ചൊല്ലാം. കവിത കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇരുളും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിഴലിക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. പശുക്കടവിൽ നിന്ന് ഞാൻ സ്ഥലം മാറി പോകുന്നത് കാറ്റുള്ള മലയിലേക്കാണ്. അവിടെ ഒരു പള്ളിയൊക്കെ പണിതിരുന്നു. എങ്കിലും സ്ഥാനത്തെപ്പറ്റി ഉണ്ടായ തർക്കം ഇടവക്കാരെ പല തട്ടുകളിലാക്കിയിരുന്നു. ഓരോ വാർഡുകാരും ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു.
എങ്കിലും വികാരിച്ചനും പൊതുവെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റോഡ് സൈഡിലുള്ള സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ അങ്ങനെയുള്ള ഭിന്നിപ്പ് ഞാൻ ചെന്നപ്പോഴും അത് തുടർന്നിരുന്നു. എങ്കിലും അവരെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഒറ്റക്കെട്ടായിട്ട് ഇടവകയെ കൊണ്ടുപോകുന്നതിനും പള്ളിക്കുണ്ടായിരുന്ന കടം വീട്ടി പള്ളിയിലേക്ക് കൂടുതൽ ഒരു പൈസ സമ്പാദിച്ച് വെച്ചുകൊണ്ട് ഞാൻ കക്കയത്തേക്ക് പോവുകയാണ് ചെയ്തത്. 1998 വിളക്കാന്തോട് ഇടവകയിൽ വികാരിയായി ചുമതലയേറ്റ ഓണയാത്തുംകുഴി അച്ഛൻ ഒട്ടേറെ പുതിയ കാര്യങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചു. കുടിയേറ്റത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ രൂപം കൊണ്ട ഒരു ഇടവക സമൂഹമാണ് വിളക്കാന്തോട്. ആ വിളക്കാന്തോട് ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ 98 മുതൽ 2001 വരെയുള്ള വർഷങ്ങളിൽ ഈ ഇടവക സമൂഹത്തെ നയിച്ച ആത്മീയ സാരഥിയായിരുന്നു സ്നേഹബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ. അച്ഛൻ്റെ വ്യക്തിത്വവും അച്ഛൻ്റെ ആ ഒരു ജീവിതശൈലിയുമെല്ലാം ലളിതമായിട്ട് പറഞ്ഞാൽ ഭാരതീയ ആത്മീയ ചൈതന്യത്തിലെ ഒരു ഋഷിതുല്യമായ ജീവിതമാണ്. എത്രമാത്രം സംഘർഷഭരിതമോ അല്ലെങ്കിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നതുമായ സാഹചര്യമാണെങ്കിലും തികഞ്ഞ ശാന്തതയോടും മാനസികമായ സംയമനത്തോടും കൂടി ഇടവക സമൂഹത്തെ നയിക്കുവാനും ഓരോ കാലത്തും വേണ്ട ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് പുരോഗതിക്ക് നേതൃത്വം കൊടുക്കുവാനുമെല്ലാം അച്ഛൻ്റെ ആ ഒരു കർമ്മ കുശലതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചുരുക്കം പേർക്കേ സാധിക്കത്തുള്ളൂ ആ കാര്യം. അതിനാൽ തന്നെ എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഇപ്പോൾ ഒരു തലമുറ കഴിയാറായി, അടുത്ത തലമുറ രംഗത്ത് വന്നാലും അച്ഛനെപ്പറ്റിയുള്ള ഒരു നല്ല ചിത്രം എപ്പോഴും ഈ ഇടവക സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതുതന്നെയാണ് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ കടന്നു പോയാലും നമ്മുടെ അടയാള ശേഷിപ്പുകൾ, അതിനെ നമുക്ക് കാവ്യാത്മകമായിട്ട് തിരുശേഷിപ്പെന്ന് പറയാം. ആ തിരുശേഷിപ്പുകളാണ് ഇവിടെ അവശേഷിക്കുന്നത്. അച്ഛനെ സംബന്ധിക്കുന്നിടത്തോളം ഓർമ്മയിൽ വരുന്നത് ഒരു എല്ലാ രംഗത്തും ആത്മീയമായും അല്ലാതെ ഭൗതിക കാര്യങ്ങളിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അന്ന് സാമ്പത്തികം വളരെ മോശമായിരുന്ന കാലഘട്ടത്തിലും ഇവിടെ 14 മുറികളുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വളരെ വിഷമത്തിൽ ആണെങ്കിലും അതിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഇവിടെയുള്ള ഇടവകക്കാരെ കൂട്ടി കൃഷികൾ നടത്തുന്നതിന്, അതായത് കൊക്കോ കൃഷിയുടെ ഒരു യൂണിറ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അതിൻ്റെ തൈകൾ ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്തു. അന്ന് വാനില അറിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ആ വാനില കൃഷി കൈനടിയുടെ തോട്ടത്തിൽ കൊണ്ടുപോയി ആളുകളെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഈ സാധുക്കളോടുള്ള ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുദ്ദേശിച്ചെടുത്ത് 5 വീടുകൾ ഒരു വർഷം വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിച്ചിരുന്നു. കാരണം സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടുന്ന കാര്യവും കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. നാൽക്കവലയിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചുകൊണ്ട് ഇടവകയുടെ വരുമാന സ്രോതസ് അച്ഛൻ സുരക്ഷിതമാക്കി. ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ ഈ ഇടവകയിൽ ഒരു 3 വർഷക്കാലം ഇരുന്നു. അച്ഛൻ ഞങ്ങളുടെ ഇടവിൽപ്പെട്ട വിശ്വാസികൾക്കും അതുപോലെ തന്നെ മറ്റ് മതസ്ഥർക്കും എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു അച്ഛനായിരുന്നു. അച്ഛൻ ഈ ഇടവകയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ വലസൈഡിലായിട്ട് പാരിഷ് ഹാള് പണിയാൻ വേണ്ടി ഇടവകയുടെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു. അതിന് തുടക്കമിട്ടത് ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛനാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലത് പറയാനുണ്ട്. ഈ ഇടവകയിലെ വിശ്വാസികൾക്കും മറ്റ് മതസ്ഥർക്കൊക്കെ
പല ഉപകാരങ്ങളും അതുപോലെ തന്നെ അച്ഛന് പറ്റുന്നതും പറ്റാത്തതുമായ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ പല കാര്യങ്ങൾക്കും ആത്മീയ കാര്യമായാലും മതപരമായിട്ട് എല്ലാ കാര്യത്തിനാണെങ്കിലും അച്ഛൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ആരംഭിച്ച പുന്നേക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അതിൻ്റെ പ്രവർത്തനം അങ്ങനെ മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ 1998 മുതൽ 2001 വരെ സ്കൂളിൻ്റെ മാനേജരായി സേവനം അനുഷ്ഠിച്ച ഫാദർ മാത്യു ഓണാറ്റുംകുഴിയച്ചൻ ഞങ്ങളുടെ എല്ലാമായിരുന്നു. സ്കൂളിന് വേണ്ടിയും അവിടുത്തെ അധ്യാപകർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും അച്ഛൻ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. സ്കൂളിൻ്റെ വിജയശതമാനം ഉയർത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ അധ്യാപകർക്ക് പ്രോത്സാഹനം ചെയ്യുന്നതിന് വേണ്ടി അച്ഛൻ വളരെയധികം കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഒന്നടങ്കം കുട്ടികളും അധ്യാപകരും സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതോടൊപ്പം വിളക്കാന്തോട് സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ആത്മീയവും മറ്റ് ഭൗതികവുമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വളരെയേറെ ഉണർവേകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകുന്നതിന് വേണ്ടി ഈ ആശാനികേതനം പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോകുന്നതിനും ഒക്കെ അച്ഛൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ വിളക്കാന്തോട് ഇടവകയിലെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സർവോപരി ആധ്യാത്മികമായിട്ടും ഉണർവേകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മാത്യു അച്ഛൻ. അച്ഛനെ ഈ ഇടവകയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിൻസെൻ്റ് പ്രൊസസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഭവന സന്ദർശനത്തിനും അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ അഡ്മിഷനും പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ ഒരു വീട് 2 വീട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അച്ഛൻ പറയും അതുപോലെ കുറച്ചുകൂടെ സജീവമായി പോകണം, ഒരു 6 വീടെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ 7 വീടെങ്കിലും ഉണ്ടാക്കണം എന്ന് അച്ഛൻ പറയും. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ 6 വീട് വരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരം അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അച്ഛന് ഒരുപാട് പ്രോത്സാഹനം ഞങ്ങൾക്ക് ആ സൊസൈറ്റിയുടെ പ്രവർത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റി പ്രവർത്തകരെ ഒരുപാട് അച്ഛൻ ഉത്തേജിപ്പിക്കാറുമുണ്ട്. വളരെയധികം എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളുണ്ട് അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ മറ്റ് ആൾക്കാരോടൊക്കെ പറഞ്ഞ് സഹകരിപ്പിക്കാനൊക്കെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കാലത്ത് ഈ ഇടവകയിലെ ജനങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടവകയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വളരെ ആത്മീയമായി വലിയ ഉണർവുള്ള ഒരു അച്ഛനാണ്. വിളക്കാന്തോട് ഇടവകയ്ക്ക് പൊതു കാര്യങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ അച്ഛൻ്റെ കാലത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം തൻ്റെ ഇടവകയിലെ നിർധനരായ ഭവനരഹിതരെ തേടിപ്പിടിച്ച് ദൈവനാമത്തിൽ അവർക്കൊരു ഭവനം നൽകുന്നതിൽ ഓണയാത്തുംകുഴിയച്ഛൻ എന്നും ശ്രദ്ധാലുവായിരുന്നു.
എൻ്റെ പേര് ഗ്രേസി, എൻ്റെ ഭർത്താവ് ടോമി. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഇതെൻ്റെ മൂത്ത മകളുടെ 2 പിള്ളേർ. ഞങ്ങൾ വീടില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം. ആ അവസരത്തിലാണ് ഫാദർ മാത്യു ഓണയാത്തൻകുഴി അച്ഛൻ നമ്മുടെ വിളക്കാന്തോട് ഇടവകയിൽ വരികയും വീടില്ലാത്തവർക്ക് വേണ്ടി 2-3 വീടുകൾ നിർമ്മിക്കുകയും അതിലൊരു വീട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അച്ഛൻ തന്നെ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി തരികയും ഇടവക്കാരായ നല്ല ജനങ്ങൾ അതിന് സഹകരിക്കുകയും ചെയ്തതോടുകൂടി ഞങ്ങൾക്കൊരു വീട് പൂർത്തിയായി. അച്ഛനെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അരനൂറ്റാണ്ടുകാലത്തെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അവസാന 5 വർഷങ്ങൾ കട്ടിപ്പാറ ഇടവകയിലാണ് ഓണയാത്തുംകുഴി അച്ഛൻ ശുശ്രൂഷ ചെയ്തത്. കട്ടിപ്പാറ ഇടവകയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് പള്ളി പണി ആരംഭിച്ചപ്പോൾ തൊട്ട് തന്നെ അത് ചോർന്നുകൊണ്ടിരുന്നു. പ്രത്യേക രീതിയിലുള്ള ഒരു ഓടുകൊണ്ടായിരുന്നു, ചെറിയ ഓടുകൊണ്ടായിരുന്നു അത് മേഞ്ഞിരുന്നത്. അതുകൊണ്ട് എപ്പോഴും തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെയും പള്ളിക്കകം മുഴുവൻ വെള്ളമാകുമായിരുന്നു. അങ്ങനെ ഇടവക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ആ ഒരു നവീന രീതിയിലുള്ള ഷീറ്റിട്ട് ആ പള്ളിയുടെ നനച്ചിൽ എന്നേക്കുമായിട്ട് മാറ്റിയെടുത്തു. കൂടാതെ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആവശ്യം എല്ലാവരും ഉന്നയിച്ചു. അങ്ങനെ ഇവിടെ ഹൈസ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂള് +1 +2 പഠിക്കുന്നതിന് വളരെ അകലം താമരശ്ശേരിയിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടതായ നടപടികളൊക്കെ മുന്നോട്ട് പോയി. അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ അവർക്കെല്ലാം ശമ്പളമായി സ്കൂളിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി അവിടെ 5 കൊല്ലം ഞാൻ അവിടെ ഇരുന്നു. കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഇതളുകൾ പരിശോധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുന്നത് ഏറ്റവും വലിയ ഒരു സഹായകനായി ദൈവം അയച്ച വലിയൊരു ദൂതനായി ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട മാത്യു ഓണയാത്തുംകുഴി അച്ഛനെയാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഒത്തിരിയേറെ ഒറ്റപ്പെടലിൻ്റെയും മറ്റു പല പ്രക്ഷുബ്ധാവസ്ഥയിലൂടെയും കടന്നു പോകേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നാട്ടിൻപുറത്ത് മദ്യാസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിയാതെ അത് തൻ്റെ ജീവിതത്തിൻ്റെ കുരുത്തക്കേടുകൾ കൊണ്ട് മറ്റെന്തൊക്കെയോ സംഭവിച്ച ഒരു ശാപമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുഷ്കൃത്യമാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ചികിത്സാലയം തുടങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ പഞ്ചായത്തിൻ്റെ അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നാട്ടിൻപുറത്തുള്ള സപ്പോർട്ട് അത്രമാത്രം ഉണ്ടായിരുന്നില്ല. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഇവിടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനവുമൊക്കെ ഞങ്ങളുടെ ഇവിടെയുള്ള ജീവിതത്തിന് ഏറ്റവും ഓജസ് തരുന്നതായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ രോഗികളൊക്കെ പതുക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും മറ്റു സ്ഥലകാല പരിമിതികൾ കൊണ്ടും ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് രോഗമാണ്. ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇവർക്ക് വലിയ പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുകയും ഇറങ്ങിപ്പോവുകയും ചിലപ്പോൾ അടുത്ത വീടുകളിൽ പോയി പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ നാട്ടിൻപുറത്തുനിന്ന് ഞങ്ങൾക്കൊരു പുച്ഛഭാവമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം അച്ഛൻ മനസ്സിലാക്കി ഒരു ദിവസം എന്നോട് പറയുകയാണ്, എൽസീനെ ഒരു പേപ്പറിൽ എനിക്ക് എന്തൊക്കെയാണെന്നുള്ള എഴുതിത്താ, ചികിത്സാരീതിയെക്കുറിച്ച് എഴുതിത്താ, ഞാൻ ഇത് പള്ളിയിൽ ഒന്ന് അറിയിപ്പിൻ്റെ സമയത്ത് വായിക്കാം,
അപ്പോൾ ഇടവകക്കാരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന്. സത്യത്തിൽ പറഞ്ഞാൽ അച്ഛൻ്റെ ആ വാക്കുകൾ ഞങ്ങൾക്ക് ശരിക്കും ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് ഒരു സ്ഥാനം നൽകുന്ന പോലെ, ഒരു ബഹുമാനം നൽകുന്ന പോലൊരു അനുഭവമായിരുന്നു. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒന്നും ഗൗനിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നേറുന്നതിൽ ഒട്ടും പതറിയിരുന്നില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ ഇടയ്ക്കുള്ള വരവും ഇടയ്ക്കുള്ള കുർബാനയ്ക്ക്, എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് വരലും, അതിൽ കൊച്ചു കവിതയോടുകൂടിയുള്ള കൊച്ചു പ്രസംഗവും ഒക്കെ ഇവിടെയുള്ള രോഗികൾക്ക് ഏറ്റവും സാന്ത്വനമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയിൽ, അതുപോലെ തന്നെ വാഹന സൗകര്യമില്ലാത്ത അവസ്ഥയിൽ അച്ഛന് തന്നെ വാഹനം തന്നുകൊണ്ട് പല കേസുകളിലും ഞങ്ങളെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരി അച്ഛൻ്റെ ആ ലാളിത്യവും ആ വാത്സല്യവും, എന്തു പറഞ്ഞാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്ക് എന്നുള്ള വലിയ സാന്ത്വനവും ഒക്കെ ഞങ്ങളെ ഓരോ ദിവസവും ഉയർത്തുന്നതിൽ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. പല നിർണായക ഘട്ടങ്ങളിലും പല വേദനിപ്പിക്കുന്ന ഘട്ടങ്ങളിലും ഇടവകയിലായിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ അച്ഛൻ്റെ ആ ശാന്തത കാണുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ ഇത്രയ്ക്കും ഒരു ആ ഈശോയിൽ കണ്ട ആ ഒരു ശാന്തത, ഈശോയുടെ ആ ഒരു ചൈതന്യം, അച്ഛൻ്റെ ഒരു ശാന്ത സ്വഭാവം എനിക്ക് പല സന്ദർഭങ്ങളിൽ എനിക്ക് അനുഭവിച്ചറിയാനിടയായിട്ടുണ്ട്. അച്ഛനൊന്നും പറയാതെ വളരെ ശാന്തമായി, ഒരു വളരെ വിഷമത്തോടുകൂടെ ചിലപ്പോഴൊക്കെ ആണെങ്കിലും ഏറെ നേരം പ്രാർത്ഥനയിൽ പള്ളിയിൽ പോയിരിക്കുന്ന ഒരു സന്ദർഭം കാണാറുണ്ട്. അച്ഛനാരോടും ഒരു പ്രതികാര മനോഭാവമില്ല. പിന്നെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എന്തായിരുന്നു അച്ഛാ അത് എന്ന് പറയുമ്പോൾ ഞാനത് ക്ഷമിച്ചു. അച്ഛൻ അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അച്ഛൻ്റെ ആ ശാന്തത, ക്ഷമിക്കുന്ന സ്വഭാവം, അതോടൊപ്പം തന്നെ നല്ല ഉപദേശങ്ങൾ നൽകുക, നമ്മൾ ചെയ്യുന്ന ഏതൊരു തൊഴിലിനും അതിൻ്റെ ഒരു മഹത്വം കാണുന്നു. പണിയാത്തൂഴിയത്തിനെ പറ്റി പറയുമ്പോൾ നന്മകൾ നിറഞ്ഞ ഒരു വൈദികനെന്ന് മാത്രമാണ് എനിക്ക് പൂർണ്ണമായും പറയാനുള്ളത്. അച്ഛനുമായി ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പോസിറ്റീവ് എനർജി നൽകാൻ അച്ഛൻ തീർച്ചയായും ശ്രദ്ധിച്ചിരുന്നു. മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കുവാനും മറ്റുള്ളവരുടെ ഏത് പ്രശ്നത്തെയും ക്ഷമയോടെ ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും അച്ഛൻ സദാ സന്നദ്ധനായിരുന്നു. ഒരു കുടുംബാംഗത്തെ എന്ന പോലെയാണ് ഓരോ വ്യക്തിയെയും അച്ഛൻ കാണുന്നതും അവർക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകുകയും ചെയ്തിരുന്നത്. മറ്റുള്ളവർ അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴും അച്ഛൻ ക്ഷമയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി രംഗങ്ങൾ ഞാൻ അച്ഛൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ക്ഷമിക്കുന്ന ആ സ്നേഹം വലിയൊരു മാതൃക തന്നെയാണ്. മത്തയ്യച്ചൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷമാണ് ഈ ഇടവകയുടെ പൊതുവായ കാര്യങ്ങളിൽ ഒരു വികസനം നല്ല രീതിയിലുണ്ടായത്. ഇടവക്കാരെ മുഴുവൻ ഒന്നായിട്ട് യോജിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും ചർച്ച ചെയ്ത് മാത്രം തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അച്ഛൻ വരുമ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് ഏകദേശം നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അച്ഛനിൽ കണ്ടിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം വിശ്രമത്തിന് ശേഷം 2:30 മണിക്ക് അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരികയും ദീപികാരനാഥൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥനാനിരതനായി ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കാരണം ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി ഞാൻ പലപ്പോഴും ചോദിച്ചപ്പോൾ അച്ഛൻ പറയും, എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഞാൻ ദിവ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഈ സമയത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അതിനെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്ന് അച്ഛൻ പറയുമായിരുന്നു.
സേവനം ചെയ്ത എല്ലാ ഇടവകകളിലും തൻ്റെ ജനത്തോട് അദ്ദേഹം ഏറെ നീതി പുലർത്തിയിരുന്നു. ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ഒന്നുപോലെ ഈ വൈദികൻ ശ്രദ്ധിച്ചിരുന്നു. ഇതാ, ഇങ്ങനെയൊരു വൈദികനെ കാണുക ഭാഗ്യം തന്നെ. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീ